പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് നമ്മൾ കഴിഞ്ഞു. ഇനി ഒരു ഫങ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, അത് കൺട്രോളിംഗ് ആണ്. നമ്മളിപ്പോൾ കൺട്രോളിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഫങ്ഷനായ കൺട്രോളിംഗ് എന്താണെന്ന് നോക്കാം. Controlling defined as determining what is being accomplished, that is evaluating the performance and if necessary applying corrective measures so that the performance take place according to the plans. അപ്പോൾ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമൈനിങ് വാട്ട് ഈസ് ബീൻ അക്കംപ്ലിഷ്, എന്തൊക്കെ ഇതുവരെ ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ഇതുവരെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നോക്കുന്നു. ദാറ്റ് ഈസ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ്, എന്തോ എംപ്ലോയീസ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തു, പിന്നെ ഓർഗനൈസ് ചെയ്തു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എംപ്ലോയീസിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? റിക്രൂട്ട് ചെയ്തു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഇനി നമ്മൾ പിന്നെ എന്ത് ചെയ്തു? അവരെ ഗൈഡ് ചെയ്തു, അവർക്ക് മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഡയറക്റ്റിംഗ് വരെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എംപ്ലോയീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ വർക്കിനെ എന്ത് ചെയ്യുകയാണ്? ഇവാലുവേറ്റ് ചെയ്യുകയാണ്. നമ്മൾ അതിനെ വിശകലനമായിരുന്ന് പഠിക്കുകയാണ്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണോ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ തന്നെ വർക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൺട്രോളിങ്ങിനകത്ത് ചെയ്യുന്നത്. അതായത് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ് ആണ്. എംപ്ലോയീസ് ചെയ്തു വെച്ചിരിക്കുന്ന പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക. അതാണ് പറഞ്ഞത്. ആൻഡ് ഇഫ് നെസസറി അപ്ലൈയിങ് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണമെങ്കിൽ നമ്മൾ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുമെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാൻ അനുസരിച്ച് പെർഫോമൻസ് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പ്ലാൻ അനുസരിച്ചല്ല പെർഫോമൻസ് പോകുന്നത്, അത് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഏത് ഫങ്ഷൻ ചെയ്യുന്നത്? കൺട്രോളിങ് ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മളെ പ്ലാൻ അനുസരിച്ച് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു, ആ പ്ലാനിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ അവിടെ കൺട്രോളിങ് ഫങ്ഷൻസിനെ അപ്ലൈ ചെയ്യും. അതല്ല, നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമുക്ക് ചെറുതായിട്ട് പ്ലാനിലൊരു മോഡിഫിക്കേഷനൊക്കെ വരുത്തേണ്ടി വന്നാലും നമ്മൾ ഏത് ഫങ്ഷനിലിട്ടാണ് അത് ചെയ്യുന്നത്? കൺട്രോളിങ് ഫങ്ഷനകത്ത്. എന്തായാലും നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഓർഗനൈസിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്ത് ചെയ്തു? സ്റ്റാഫിങ്ങും ഡയറക്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് ഫങ്ഷനകത്ത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പെർഫോമൻസിനകത്ത് എന്തെങ്കിലും ഡീവിയേഷൻസ് നമ്മളെ പ്ലാനുമായിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റീവ് ആക്ഷൻ എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന മാനേജ്മെൻറ്റ് ഫങ്ഷനാണ് കൺട്രോളിംഗ്. കൺട്രോളിംഗ് ഈസ് എക്സ്റ്റൻഷൻ ഫോർ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അൻ എൻ്റർപ്രൈസ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എന്ത് ഫങ്ഷൻ ഉണ്ടായേ പറ്റത്തുള്ളൂ? കൺട്രോളിംഗ് എക്സ്റ്റൻഷനാണ്. അതിനകത്ത് നമുക്ക് അവോയ്ഡ് ചെയ്ത് വിടാനേ പറ്റാത്തൊരു ഫങ്ഷനാണ് ഏത്? കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ. ഇഫ് പ്ലാനിങ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ മാനേജ്മെൻറ്റ് പ്രോസസ്, കൺട്രോളിംഗ് ഈസ് ദ ഫൈനൽ സ്റ്റേജ്. അപ്പം നമ്മൾ ഏതിലായിരുന്നു ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്? പ്ലാൻ ചെയ്യുക എന്നുള്ള ഫങ്ഷനിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലാണ്, ബിഗിനിങ് ഓഫ് ദ മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ്. എങ്കിൽ അവസാനത്തെ ഫങ്ഷൻ ആരായിരിക്കും? കൺട്രോളിംഗ് ആയിരിക്കും. കൺട്രോളിംഗ് ഈസ് ദ ഫൈനൽ സ്റ്റേജ്. ഫൈനൽ സ്റ്റേജിൽ കൺട്രോളിങ്ങിലൂടെ നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാണ്? എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻഡിങ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ഫങ്ഷൻ ഏതാണ്? കൺട്രോളിംഗ് ആണ്. ഇനീഷ്യൽ സ്റ്റേജിൽ ഏതാണ്? പ്ലാനിങ് ആണ്. കൺട്രോളിംഗ് ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് പ്ലാനിങ്. അപ്പോൾ കൺട്രോളിംഗ് എങ്ങനെയാണ്? പ്ലാനിങ് ഇല്ലാതെ കൺട്രോളിംഗ് ഇല്ല. പ്ലാനിങ് ഈസ് മീനിങ്ലെസ് വിത്തൗട്ട് കൺട്രോൾ. കൺട്രോൾ ഇല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതിന് എന്തായി പോവും? അർത്ഥമില്ലാതെ. അപ്പോൾ പ്ലാനിങ്ങും കൺട്രോളും നമുക്ക് ഒരുപോലെ വേണം. അത് ഇൻ്റർഡിപ്പെൻഡും ഇൻ്റർ റിലേറ്റഡും ആണ്. കൺട്രോളിങ് ഈസ് നോട്ട് പോസിബിൾ എങ്കിൽ പ്ലാനിങ് എന്താണ്? വിത്തൗട്ട് പ്ലാനിങ് ഇല്ലാതെ കൺട്രോളിങ് പോസിബിൾ ആവില്ല. അതേപോലെ കൺട്രോളിങ് ഇല്ലാതെ പ്ലാനിങ് എന്തായി പോവും? മീനിങ്ലെസ് ആയിപ്പോവും, അതിന് അർത്ഥമില്ലാതായി പോവും. ദ മെയിൻ പർപ്പസ് ഓഫ് കൺട്രോളിങ് ഈസ് ടു സീ ദാറ്റ് ആക്ടിവിറ്റീസ് ഈസ് അച്ചീവ്ഡ് ദ ഡിസൈർഡ് റിസൾട്ട്. കൺട്രോളിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? നമ്മുടെ അച്ചീവായിട്ടുള്ള നമ്മളെ ഡിസൈർഡ് ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നതാണ് മെയിൻ പർപ്പസ്. അത് നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ കൺട്രോളിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ കൺട്രോളിങ് നമ്മുടെ ലാസ്റ്റ് ഫങ്ഷനാണ്, പ്ലാനിങ് നമ്മുടെ ബിഗിനിങ് ഫങ്ഷനാണ്. കൺട്രോളിങ് ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് പ്ലാനിങ് ഈസ് മീനിങ്ലെസ് വിത്തൗട്ട് കൺട്രോൾ. ദ മെയിൻ പർപ്പസ് ഓഫ് കൺട്രോൾ ഈസ് ടു സീ ദാറ്റ് ആക്ടിവിറ്റീസ് അച്ചീവ് ദ ഡിസൈർഡ് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ കൺട്രോളിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ കൺട്രോളിലൂടെ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച എല്ലാ പെർഫോമൻസിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഏത് പെർഫോമൻസിനകത്താണ്? ഏത് ഫങ്ഷനകത്താണ്? കൺട്രോളിങ് ഫങ്ഷൻ. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഫങ്ഷനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണോ ഫങ്ഷൻസ് എല്ലാം എംപ്ലോയീസ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഡീവിയേഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ട സമയത്ത് എടുത്തില്ലെങ്കിൽ എന്ത് പറ്റി പോവും? നമ്മളെ ഓർഗനൈസേഷന് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാതായി പോകും.
അതുകൊണ്ട് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റൻഷൻ ഫംഗ്ഷനാണ്. നമുക്കതിനെ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്ലാനിൻ്റെ അനുസരിച്ച് നമ്മുടെ വർക്കെല്ലാം പോകുന്നുണ്ടോ, നമ്മുടെ പെർഫോമൻസ് എല്ലാം പ്ലാൻഡ് ആയിട്ട് തന്നെ പ്ലാനിൻ്റെ ബേസിൽ തന്നെയാണോ പോകുന്നത് എന്നൊക്കെ നോക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കൺട്രോളിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്താണ്, തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ഫംഗ്ഷൻസ് മാനേജ്മെൻറ്റിനുള്ള. അത് ഈച്ച് ആൻഡ് എവരി ഫംഗ്ഷൻ ഞാൻ ഓരോ വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പോർഷൻ എടുത്തു തരണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.